Good morning, all. Good morning, ma'am. Good morning, Good Miss. morning, ma'am. Good Morning. morning. Okay. Yeah. Morning. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. തന്നിരുന്നോ? എന്താണെന്ന് മിണ്ടാത്തെ? പറയൂ. എന്താണ് ടോപ്പിക് തന്നിരുന്നോ? യാ പറയൂ എന്നാല്. എന്തായിരുന്നു ടോപ്പിക് എന്തായിരുന്നു? ഫാമിലി. യെസ്. റെഡിയാണോ? Are you ready? പറയൂ, റെഡിയാണോ എല്ലാവരും? പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ? പ്രിപ്പയർ ചെയ്തോ? റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, നമ്മള് കുറച്ച് പ്രപ്പോസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഒരു 3 പ്രപ്പോസിഷനോട് നമുക്ക് എഴുതാം. ടു, എഗോ ആൻഡ് ബിഫോർ. ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടോപ്പിക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ആക്റ്റീവ് ആണോ നിങ്ങള്? ആ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ഷീണാണോ, ടയേർഡ് ആണോ? നോട്ട് എഴുതാന്ന് പറഞ്ഞപ്പോ ഓക്കെ, നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, ഏതൊക്കെ മിസ്റ്റേക്ക് പ്രസന്റ് ചെയ്യണ്ട അല്ലെ? യാ, അപ്പൊ എഴുതിക്കൊള്ളുട്ടോ. അതിനുശേഷം നമുക്ക് പ്രസന്റ് ചെയ്യാം. ഫസ്റ്റ് പ്രപ്പോസിഷൻ ടു ആണ്. ടു. Two. Okay. To indicate direction or destination. First point data. To indicate direction or destination. Direction or destination or number indicate ചെയ്യാൻ നമ്മള് ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നതാണ്. അല്ലെ? നമ്മൾ എവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? We are going to school എന്ന് പറയും അല്ലെ? അപ്പൊ അതൊരു ഡെസ്റ്റിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആണെന്നൊക്കെ പറയാം അല്ലെ? സ്കൂളിലേക്ക് പോവാണ്. We are going to school. All of us went to Goa last week. All of us went to Goa last week. Okay. ഇതെല്ലാം ഒരു എന്താണ്? ഡയറക്ഷൻ ആണ്. ഇനി എന്ത് വേണമെങ്കിലും പറയാലോ. I'm going to temple. I'm going to visit my friend home. അല്ലെ? Okay. So you can make any example with the use of preposition to. Yeah. So the next point is to indicate the receiver of an action. ഒരു ആക്ഷൻ നടക്കുന്ന ടൈമില് ആരാണോ റിസീവർ, അവരെ നമ്മള് പറയുന്നതും ഈ ടു വെച്ചിട്ടാണ് അല്ലെ? To indicate the receiver of an action. Can you please pen to me? Pen pass ചെയ്യാൻ പറ്റുമോ? Can you give the pen to me? എനിക്ക് തരാമോ അല്ലെ? ആക്ഷനിലെ റിസീവർ ആരാണോ അവർക്ക് വേണ്ടി നമ്മൾ ടു എന്ന് പറയുന്ന പ്രൊസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, സോ എക്സാമ്പിൾ എഴുതാം. The company gave their most valuable cost to me. Valuable cost to me. The company gave their most valuable cost to me.
Then another example. Could you pass the bottle to me? Bottle, a pen, anyone, anything you can ask the use of preposition to. Could you pass the bottle to me? Yes. Okay. Can you give me the pen to me? Okay, receiver ആരാണോ അവർക്ക് ആ ഒരു particular receiver വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന preposition ആണ് to. Okay. Then another point is from to ലും എന്താണ് ഈ preposition യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ from to എഴുതാം. From to ഇങ്ങനെ എഴുതിയിട്ട് then expression ബ്രാക്കറ്റിൽ എഴുതാം. Okay. So let's find the example. I'm usually taking classes from 10 a.m. to 5 p.m. I'm usually taking classes from 10 a.m. to 5 p.m. Another example. The office will be closed from Sunday to Saturday. നമുക്കിത് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടു എന്ന് വെച്ചാൽ we invited 400 to 500 people waiting ഒരു 400-500 ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്പേഴ്സിന്റെ കൂടെയും ടു നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ഇതെല്ലാം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? നമ്മളിത് ടു എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അല്ലെ? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇത് പഠിച്ചത് കൊണ്ട് എന്താ ഒരുപാട് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ്. ഓക്കെ. ബിറ്റ്വീൻ ടു നൗൺസ് നൗൺസിനും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നൗൺ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ തന്നെയാണ് കേട്ടോ വരാം. ദിസ് ഈസ് ദ റൈറ്റ് പാത്ത് ടു സക്സസ്. That is the road to the red fort. Red fort level road. അതാണ് പറയുന്നത്. So the next point after certain verbs അതും direction തന്നെയാണ്. Okay, എല്ലാരും മെയിൻലി ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ടു യൂസ് ചെയ്യാറ്. She never replies to my proposal. Then നമ്മൾ പറയില്ല I don't want to talk to you. I don't want to talk to you. അതും ഒരു ഡയറക്ഷൻ ഇതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങളോട് ടു യു അല്ലെ? സോ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ചുരുക്കി പറയാവുന്നതാണ്. നെക്സ്റ്റ് ഒരു കമ്പാരിസൺ പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. To draw comparison between two nouns.
prefer tea to coffee. I prefer tea to coffee. ഈ കമ്പാരിസൺ നടത്താൻ നമ്മൾ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ടു പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, എല്ലാം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ആർത്തിരിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നെങ്കിൽ അത് ഇഗ്നോർ ചെയ്തേക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് ടു പ്രപ്പോസിഷൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ക്ലാസ്സിൽ മറ്റ് പ്രപ്പോസിഷൻ പഠിച്ച ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We are going to the other proposition is ego. Ego എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? പറയട്ടെ, എടുത്ത് പറയട്ടെ. Ego നിന്നിട്ട് ഒരു definition പോലെ എഴുതാം. A time to count back from the present. A time to count back from the present. പ്രസന്റിലും ബാക്കിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുന്ന പോലെയാണ് എഗോ യൂസ് ചെയ്യാറ്. ഒരു കറക്റ്റ് ടൈം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കാൻ ട്രെയിൻ പോയി നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് മുൻപ് പോയി, ട്രെയിൻ 5 മിനിറ്റ് മുൻപ് പോയി എന്നെങ്ങനെയാ നമ്മൾ പറയാം? ട്രെയിൻ 5 മിനിറ്റ് മുൻപ് പോയി. The train has left 5 minutes ago. Train has left 5 minutes ago നമ്മൾ പറയും അല്ലെ. 5 മിനിറ്റ് മുൻപ് പോയി എന്ന് കാണിക്കാനാണ് ആ എഗോ നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇവിടെ എഗോന് പകരം അവിടെ ബാക്ക് എന്ന് യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. The train has left, sorry, mistake missing on. The train has left 5 minutes ago. വേണമെങ്കിൽ നമുക്ക് എഗോ എന്ന് യൂസ് ചെയ്യാം. Third version back എന്നും പറയാം. The train has left 5 minutes ago or back, 5 minutes back. നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അത് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഗോ വെച്ച് പറയാം. ഇപ്പൊ 5 minutes ആയിക്കോട്ടെ, എത്ര വർഷങ്ങളായിക്കോട്ടെ, മന്ത്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എഗോ വെച്ച് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. I was living in New York. I was living in New York 10 years ago. 10 years ago. I was living in New York 10 years ago. We went to visit my sister 3 weeks ago. My brother got married 2 years ago. Your phone rang a minute ago. He left an hour ago. Finished school 6 years ago. Okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഗോ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതായത് നമ്മൾ എഗോ യൂസ് ചെയ്യുമ്പോ കറക്റ്റ് ഒരു ടൈം അവിടെ ഉണ്ടാവും. അതായത് ഒരു 3 വർഷം മുൻപ്, അല്ലെങ്കിൽ 3 വീക്സ് മുൻപ്, 5 മിനിറ്റ് മുൻപ് എന്നൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ആ രീതിയിലാണ് എന്താണ് എഗോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് another preposition is before. Before definition ഏതാ? Count back from the past. Okay, next it has happened. Definition ആണ്, example അല്ല. It has happened earlier with no specific time before. Okay. ആദ്യം നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. earlier than something, എന്തിനെയോ തൊട്ട് മുൻപ്. ഇന്നതിലില്ല, ഏതൊരു കാരണത്തിന് തൊട്ട് മുൻപ് നടന്നൊരു ഇതായിരിക്കാം നമുക്ക് കോളേജ് പറയാം. earlier than something. ഇനി എക്സാമ്പിൾ എഴുതാം. അതായത് തൊട്ട് മുൻപ് ഒരു കാര്യം. ഇപ്പൊ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ ബിഫോർ ഐ എന്താണ് പറയാം, ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ ബിഫോർ ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുൻപ് കടയിൽ പോവുകയാണ്, അല്ലെ. ഐ എം ഗോയിങ് ടു ഷോപ്പ് അല്ലെങ്കിൽ സ്റ്റോർ എത്തി ബിഫോർ ഐ ഗോ ടു സ്കൂൾ. അങ്ങനെയും പറയാം. അതായത് കാര്യത്തിന് മുൻപ് നമുക്ക് ഇങ്ങനെയും ബിഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എഗോ യൂസ് ചെയ്ത് കറക്റ്റ് ആവുമോ? ഇല്ല, അല്ലെ. So example എഴുതിക്കോളൂ. I'm going to the store or shop before I go to the school. I go to the store before I go to school. Next, I have seen this movie before. അതായത് ഇവിടെ പെർട്ടിക്കുലർ ടൈം ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴോ സിനിമ കണ്ടിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ യൂസ് ചെയ്യുക. എപ്പോഴോ കണ്ടിട്ടുണ്ട്, എത്രയോ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട് എന്ന മീനിങ്ങിലാണ്. ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ, എപ്പോഴോ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടൈം വെച്ചിട്ടും പറയാം. അതായത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറയാം, ഡു ഇറ്റ് ബിഫോർ 7 o'clock. 7 മണിക്ക് മുൻപ് ഇത് ചെയ്യാം. ഡു ഇറ്റ് ബിഫോർ 7 o'clock. ഇങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ ഒന്നും ഒരിക്കലും നമുക്ക് എഗോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡു ഇറ്റ് ബിഫോർ 7 o'clock. അതൊരു ട്രെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ട്രെയിൻ 5 മിനിറ്റ് മുൻപ് പോയി. ദ ട്രെയിൻ ഹാസ് ലെഫ്റ്റ് 5 minutes ago എന്ന് പറഞ്ഞു. അനി അഥവാ ഇങ്ങനെയും നമുക്ക് പറയാലോ, നീ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് പോയി എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ എഗോ യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല. The train has left 5 minutes ago. Sorry, 5 minutes before you came. നീ വരുന്നതിന് 5 മിനിറ്റ് മുൻപ് ട്രെയിൻ പോയി. The train has left 5 minutes before you came. അല്ലെ, നമുക്ക് ഇങ്ങനെയും നമുക്ക് പറയാലോ. Before you came. The train has left 5 minutes before you came. നീ വരുന്നതിന് മുമ്പ് പോയി. അതുപോലെ നമ്മളൊരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതായത് ഞാൻ ഈ പ്ലേസ് മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എപ്പോഴോ വിസിറ്റ് ചെയ്തിട്ടുള്ള മീനിങ് ആണ്, അല്ലെ. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അവിടെ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്? ഞാൻ ഈ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെർട്ടിക്കുലർ ഒരു ടൈം പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴോ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഐ ഹാവ് വിസിറ്റഡ് ദിസ് പ്ലേസ് ബിഫോർ. എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലേ? ഐ ഹാവ് വിസിറ്റഡ് ദിസ് പ്ലേസ് ബിഫോർ.
അവിടെ ഒരു എഗോ വരണമെങ്കിലോ 3 വർഷം മുൻപ് ഞാൻ ഈ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ ഐ വിസിറ്റഡ് ദിസ് പ്ലേസ് 3 years ago എന്ന് പറയാം. മനസ്സിലായോ? ഐ വിസിറ്റഡ് ദിസ് പ്ലേസ് 3 years ago. സോറി 3 years ago. 3 വർഷം മുൻപ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റത് ഞാൻ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്ന് മനസ്സിലാക്കില്ല. സോ നമുക്കവിടെ ബിഫോർ യൂസ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു ഡേറ്റ് ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷമാണെങ്കിലും എന്താണെങ്കിലും 3 വർഷം മുൻപ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 weeks ago or 3 years ago എന്ന് പറയാം. I visited this place 3 years ago എന്ന് പറയാം. 2 weeks ago എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ബിഫോർ ആൻഡ് എഗോ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ബിഫോർ നമ്മൾ പറഞ്ഞു എഗോന് പകരം ബാക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. 3 years back ആണ് 3 years ago എന്ന് പറയാം. അതുപോലെ തന്നെ ബിഫോറിന് പകരമായിട്ട് നമുക്ക് we can use the word earlier instead of the preposition before. അതായത് earlier എന്നൊരു പറയുന്ന വേർഡ് നമുക്ക് ബിഫോറിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോ I have seen that film earlier അല്ലെങ്കിൽ I have visited this place earlier എന്നും പറയാം. രണ്ടും യൂസ് ചെയ്തുകൊണ്ട് I have visited this place earlier. Okay. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊപോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്, വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ എഗോ ബിഫോർ ടു എന്ന് പറയുന്ന 3 പ്രൊപോസിഷനും ക്ലിയർ ആയോ ഇല്ലയോ? Doubts about these prepositions? Doubts you can ask me. Okay. പറയൂ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നോട്ടില്ല കംപ്ലീറ്റ് ആയോ? ഓക്കെ, ക്ലാസ്സിന് എന്ത് പറ്റി? ഭയങ്കര സൈലന്റ് ആണല്ലോ. എന്ത് പറ്റി? ടെക്സ്റ്റിലൂടെ മാത്രമേ നിങ്ങൾ സംസാരിക്കുള്ളൂ? ഓർലി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണോ? ഇല്ല മാം. ഓക്കെ, ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലെ? അതിനുശേഷമാണ് മിസ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ചോദിക്കുന്നത് അല്ലെ? അത് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് ആക്റ്റീവ് ആണോ? പ്രൊപ്പോസിഷൻ ക്ലിയർ ആയാലോ? നമുക്ക് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാം. ഈ പ്രൊപ്പോസിഷൻ എനിക്ക് എടുക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നാൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ ഏത് ടോപ്പിക് എടുക്കണ്ടേ? ടെൻസിലൊക്കെ പോക്കോട്ടെ ഞാൻ. അറിയൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് എപ്പോഴും തുടങ്ങിയിരുന്നോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തല്ലേ? ടെൻസ് ഏകദേശം കംപ്ലീറ്റ് ആണ് അല്ലെ? നോട്ട്സ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് വരെ എത്തി. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആണ് അല്ലെ? വെർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹാസിനും ഹാവിനും ശേഷം വെർബ് ഉണ്ടെങ്കിൽ ആ വെർബിന് നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ് ഫോം ആയിരിക്കും. റൈറ്റ് ഓർ റിട്ടൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്ടൺ ആയിരിക്കും അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാം. സോ ടെൻസിന്റെ മീനിങ് വരുന്നത്, മീനിങ് വരുന്നത് ചെയ്തിട്ടുണ്ട്
അങ്ങനെയാണ് വരാട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ് വരാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ചെയ്യുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്, പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, I have finished my homework. I have done my homework. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാവിന് ശേഷം ഹാസ് ഹാവ് എന്ത് ഹാവിന് ശേഷം ഹാസിന് ശേഷം യൂസ് ചെയ്യേണ്ട വേർബ് V3 ആയിരിക്കണം. അത് മാത്രമല്ല കറക്റ്റ് ഏതാണോ സബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹാസ് ആണോ ഹാവ് ആണോ ആഡ് ചെയ്യാൻ നോക്കാൻ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഈ ടെൻസില് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അതർവൈസ് ഇറ്റ്സ് എ സിമ്പിൾ ടെൻസ്. ഓക്കെ, ക്ലിയർ ആണോ? Is it clear? Yes. So let's make examples. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്ന മലയാളത്തിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവന്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. പോയിട്ടുണ്ട്, നോട്ട് വിസിറ്റ്. സന്ദർശിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞേ, പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? യെസ്. എല്ലാവരും പറയാം. അതേ പറയാം. എല്ലാവരും കേട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. മസ്റ്റ് ആണ്. അറിയണം ആരെങ്കിലും ഹോസ്പിറ്റൽ ഓൾസോ. Yes. I have gone to his home or house. Okay, gone ആണ് വരാ, not went. V3 form, not went. Go, went, gone. Went is V2 form ആണ്. Okay, then ഒരു direction ഒരു destination ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യണം? ഏത് preposition യൂസ് ചെയ്യണം? ഇപ്പൊ പഠിപ്പിച്ചോളൂ. To. I have gone to his house or home. To വേണം കേട്ടോ. പ്രപ്പോസിഷൻ എന്തായാലും വേണം. അതുകൊണ്ടാണ് ഈ പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നത്. ഈ ഒരിക്കലും മറക്കരുത്. ഒരു ഡെസ്റ്റിനേഷൻ ഒന്നിൽ അപ്പുറം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഇത് ആണ് ആവശ്യം. Have gone to his home or house. വിസിറ്റഡ് പറയാട്ടോ. വിസിറ്റഡ് വന്നതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മലയാളത്തിന് കറക്റ്റ് ആയിട്ട് വന്നില്ല എന്ന് മാത്രം. അല്ലാതെ ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, സന്ദർശിച്ചു എന്ന മീനിങ് വരും. മറ്റേത് പോയി എന്ന മീനിങ് വരും. ഞാൻ അവളെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ടെക്സ്റ്റ് ചെയ്യാം. കാരണം ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം അത് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. have seen her before. Yeah, I have seen her before. Correct ആണ് കേട്ടോ. I have seen her before. Yeah. Correct. So നമുക്ക് അടുത്ത നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതൊരു കാര്യം നമുക്ക് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഇതുപോലെ മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, so present perfect continuous in structure when the subject plus has or have plus being plus verb ing. Continuous ഉണ്ടെങ്കിൽ അവിടെ വെർബിന്റെ കൂടെ ing ഫോം എന്തായാലും ഉണ്ടാവും. പെർഫെക്റ്റ് ആകുമ്പോൾ അറിയാലോ ഹാസ് ഓർ ഹാവ് എന്തായാലും ഉണ്ടാവും. പെർഫെക്റ്റ് ആയതുകൊണ്ട് സോ ബീനും ഉണ്ട് കേട്ടോ. അപ്പോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ്
ബീൻ പ്ലസ് verb ing. മലയാളം വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മലയാളം വരാം. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? ഞാൻ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. How can I say that in English? പെട്ടെന്ന് നമുക്ക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കൂ. ഇങ്ങനെയാണ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb ing. ഓക്കെ, കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ബാക്കി ആരും ചെയ്യുന്നില്ല. ചെയ്യൂ, മാക്സിമം ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യൂ പെട്ടെന്ന്. ഞാൻ രാവിലെ നേരത്തെ എന്നല്ല ഞാൻ പറഞ്ഞേ, ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ നേരത്തെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു, പക്ഷെ അതല്ലാണ്ട് രാവിലെ മുതൽ ഇവിടെ പ്രപ്പോസിഷൻ ആവശ്യമാണ്. അപ്പൊ മുതൽ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഏതാണ്? സിൻസ് ആണ് അല്ലെ? I have been cooking since morning. Science അല്ല, സിൻസ്. Okay, I have been cooking since morning. അങ്ങനെയാ പറയാ, I have been cooking since morning. ഞാൻ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ 12 o'clock ആയി. സോ 12 o'clock മുൻപ് ഉള്ള കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ ആ ടൈമിൽ നടന്ന കാര്യം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന നമുക്കത് മെൻഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യണം. അതായത് നമ്മൾ മലയാളത്തിലാണെങ്കിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും, ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അല്ലെ? മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? ഞാൻ പഠിക്കുകയാണ്, അതിന് പകരം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയണം അല്ലെ? എന്നാലേ നമുക്ക് അവൻ അപ്പത്തുകയും പഠിക്കുകയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കറന്റ്ലി നടക്കുന്ന കാര്യമാണ്. ഞാൻ പഠിക്കുകയാണ്, ഓക്കെ, ഇപ്പൊ പഠിക്കുകയല്ലേ, പഠിച്ചു എന്ന് പറയാം. അങ്ങനെയല്ല, ഞാൻ രാവിലെ മുതൽ പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ അത് പാസ്റ്റിൽ തുടങ്ങിയത് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന നമുക്ക് കാണിക്കണം. അങ്ങനെ നമുക്ക് മലയാളത്തിലേക്ക് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോഴും അതേ ഒരു ടെൻസ് ഉണ്ട്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ I have been studying since morning. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ I have been studying for 3 hours. I have been studying for 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying for 3 hours. Okay, clear? ഞാൻ ഈ 3 ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been working here for 3 days. ഞാൻ ഇവിടെ 3 ദിവസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been working here for 3 days. Okay, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ടെൻസ് എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ പ്രപ്പോസിഷൻ ഈ ടെൻസിലെ മസ്റ്റ് ആയിട്ട് ആവശ്യമാണ് കേട്ടോ. എല്ലാ ടെൻസിലും ആവശ്യമാണ്, പക്ഷെ കൂടുതലും ഈ ടെൻസിൽ നമുക്ക് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറെ മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മാക്സിമം ഒരുപാട് മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, യെസ്. പിന്നെന്താണ്? അപ്പൊ പ്രപ്പോസിഷൻ കഴിഞ്ഞു, പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? പറയൂ, എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് എന്താ? എന്തെങ്കിലും ഉണ്ടോ?
നിങ്ങൾ എന്താ മിണ്ടാത്തത്? ഞാനിവിടെ ഇങ്ങനെ വെറുതെ ചോദിക്കുകയാണ്. പാസ്റ്റ് ടെൻസോ? നോ. പാസ്റ്റ് ടെൻസ് അല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? പറയൂ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? റെസ്പോൺസ് ഒന്നുമില്ല. ടോപ്പിക് പ്രസന്റ് ചെയ്യണ്ടേ? വേണ്ടേ? യെസ്. അതിര. ഓക്കെ, അതിന് മാത്രം റെസ്പോണ്ട് ചെയ്തോളൂ. യെസ്, സോറി, വരുന്നുണ്ട്. ഓക്കെ, ആതിര. ആതിര PS. Yes, ma'am. Yes, ആതിര, I can start. ഓ, തുടങ്ങിക്കോളൂ ആതിര. My family is small family. My family members are father, mother, husband, and one children. My children's boy name Om. ചിൽഡ്രൻസ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ. ചിൽഡ്രൻസ് അല്ല അല്ലേ? ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സിംഗുലർ നൗൺ ആണ്. അതിന്റെ പ്ലൂറൽ എന്താണ്? Children. ഓൾറെഡി പ്ലൂറൽ ആണ്. ഇനി അതിന് കൂടെ എസ് ആഡ് ചെയ്യണ്ട, മിസ്റ്റേക്ക് ആണ്. I am housewife. My husband job is accountant. ഓക്കെ, Okay, ma'am. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയാനല്ല കേട്ടോ. എല്ലാവരും അങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ ഉദ്ദേശിച്ച ഫാമിലി എന്ന് പറയുന്ന ജസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അങ്ങനെ സോറി ഫോർ ദാറ്റ്. അതായത് ഫാമിലി എന്ന് കേൾക്കുമ്പോൾ, ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ എനിവൺ, ആരെങ്കിലും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പറയൂ, ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓൺ ഫാമിലിയെ കുറിച്ച് പറയാതെ ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? സിമ്പിൾ ആയിട്ടാണ് ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ചാണ് പ്രിപ്പയർ ചെയ്തത്. രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ, പിന്നെന്താണ്? My family is very beautiful. Yeah, Joseph. പേരെന്തായിരുന്നു? പേര് പറയൂ. സിനി. യാ, സിനി പറയൂ. Yes, ma'am. My family is very beautiful. Very nice family. My family is supportive. They support me a lot. ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നത് എപ്പോഴും സന്തോഷാന്ന് പറയണ എങ്ങനെയാണ്? എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നത് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്, അങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് സന്തോഷാണ്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇങ്ങനെ പറയാമോ? അതെങ്ങനെ പറയാമോ? ട്രൈ ചെയ്തൊക്കെ. വെരി ഹാപ്പി ആണ്. ഹാപ്പി I spend happy my family. അങ്ങനെയാണോ? അതായത് ഞാൻ ഫാമിലി കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ? വളരെ ഹാപ്പി ആണ് എന്ന് പറയണമെങ്കിൽ വെരി ഹാപ്പി അല്ലെങ്കിൽ I feel very happy when സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പൊ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വെൻ അവിടെ ചേർത്ത് നല്ലതാണ്. I feel very happy when I spend time with my family എന്ന് പറയും. കഴിഞ്ഞോ?
ടെൻഷൻ എടുക്കണ്ട. നിങ്ങള് ഭയങ്കര ടെൻഷൻ എടുക്കൊണ്ടാവും ഒന്നും കിട്ടാതെ. അല്ല, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ശരിയല്ലേ? അത് ഞാൻ അവരോട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ സെന്റൻസ് കിട്ടും. പക്ഷെ എന്താണ് ടെൻഷൻ? ടെൻഷൻ ഉള്ളതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. അതല്ലേ സത്യം? യെസ്. നിങ്ങളോട് എത്ര കൂളായിട്ട് സംസാരിച്ചാലും ഒരു ക്ലാസ്സിൽ ഞാൻ എങ്ങനെങ്കിലൊക്കെയോ പറഞ്ഞ് സംസാരിപ്പിച്ച് കൊണ്ടുവരും. പിന്നീട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലാസ്സിൽ കയറുമ്പോ വീണ്ടും പഴയതുപോലെ. അതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ശരിയാണോ? അതെ. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. എങ്ങനെയൊക്കെയോ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഒരു കണക്കിന് ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചു. ആ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആണ്. അതിനുശേഷം ഞാൻ പിന്നീട് ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെയും പോയി പണ്ടത്തെ ചെങ്ങനെ തെങ്ങുമ്പോ തന്നെ പറഞ്ഞ പോലെ പിന്നെയും ആ പഴയതൊക്കെ തന്നെ പോകുന്നത്. പിന്നെ ഒരക്ഷരം പിന്നെ പറ്റില്ല. വീണ്ടും ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറയണം. ആറ്റിറ്റ്യൂഡ് ശരിയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? My family is very strength in my life. അങ്ങനെ പറയാൻ പറ്റുമോ മാം? പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഫാമിലിയെ കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും. My family is very strength in my life, and ഓക്കെ സിനി. Okay, thank you. ഞാനിപ്പോ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നല്ല നോക്കുന്നത്. നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് മാത്രമാണ്. നിങ്ങൾ പറയുന്നതിൽ പൊട്ടത്തെറ്റാണോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണോ എന്ന് ഞാൻ ഒന്നും നോക്കാറില്ല. എന്തെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നു. ഓക്കെ, അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്രയെങ്കിലും കോൺഫിഡന്റ് വന്നു എന്നർത്ഥം. ഓക്കെ, സോ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? Hi, ma'am. ഓക്കെ, I'm I have a small family. We live in a small and there are 3 members in the family. My mother, my husband, and my doctor. And I am love family also. Family is the very important part in my life. Because I spend here are also very happy. And my husband is working in aluminium fabrication. My doctor in studying in nursery. And I love also our and my family is backbone. Thank you, ma'am. okay. Any who's next? Anyone? Okay, no one. ആരും പറയുന്നില്ല. Hi, ma'am. ഓക്കെ സ്മിത പറയൂ. The word family comes from the Latin word familia, which meant household, a designation that included both servant and the relative. Family means the relationship that we share from the moment we are born into this world. A family is the group of people consisting of children, parents, aunt, cousins, and grandparents. That means family means the sum of love, support, communication, respect, and strength. According to my family, I'm born in a big family. Including my parents, in my family, I have 11 members in my family.
6 sisters and 3 brothers. My father and mother and one elder brother passed away. After my marriage, I reached into a nuclear family consisting of mother, father, sister-in-law, and brother-in-law. It's a very different from big family and a nuclear family. Big family consists of more love, strength, and more communication in big family. But in nuclear family, I felt loneliness when I reached there. Now, in my family, my husband and 2 children. In my family, I got more happy with I spend with my family. When I spend with my family, I got sorry, ma'am. When I spend with my family, I have got more happy. Now the family is all in my families all in my life. Okay, ma'am. Thank you. Okay, Smita. Yeah. സ്മിത പറയുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറയുന്നുണ്ട്. മാക്സിമം അതൊന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാം, ഇംപ്രവൈസ് ചെയ്തെടുക്കാം. ഓക്കെ Okay, ma'am. Thank you. നെക്സ്റ്റ് ആരാ? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോ ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. ആസ് എ ടീച്ചർ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ പറയുന്നത്? എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടോ? നെഗറ്റീവ് ഓർ പോസിറ്റീവ്? പറയൂ. മലയാളമാണ്. Beautiful, but the class is ഇംഗ്ലീഷ് വേണം നിർബന്ധമില്ല കേട്ടോ, മലയാളത്തിൽ പറയാം. പറയുന്നുണ്ടോ? ഇത് തോന്നുന്നു അതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നണം. ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? അതേപോലെ ആരും ഒന്നും പറയുന്നില്ല. നല്ല ക്ലാസ് ഒന്നും അല്ല. ഓക്കെ, മലയാളം മതി, ഇംഗ്ലീഷ് വേണ്ട. പറഞ്ഞോ. ഇല്ല, ടീച്ചറിനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. അതുമല്ലാണ്ട് ടീച്ചർ എടുക്കുന്ന ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പറയുമ്പോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട്. ജസ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ വിട്ടു പോവാന്ന് പറഞ്ഞാല് ഓരോ വേർഡുകൾ മറന്നു പോവാണ്. അപ്പൊ ടീച്ചർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ എടുത്തു തരുന്നുണ്ട്. എല്ലാ പ്രിപ്പോസിഷൻ ആണെങ്കിലും ടെൻസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ക്ലാസ് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേർഡുകൾ ശരിക്കും അറിയാത്തതാണ് ബുദ്ധിമുട്ട്. പിന്നെ മിസ് എടുക്കുന്ന ടെൻസും കാര്യങ്ങളൊക്കെ ക്ലാസ് നന്നായി മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, അത് നല്ലതാണ്.
എന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ്, ഞാൻ മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുന്നേക്കാളും ഇത്തിരിയും കൂടെ കോൺഫിഡന്റ് ആയിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോ അത് മാമിന്റെ ആ ക്ലാസ് മനസ്സിലാവുന്നുണ്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ മടി ഉണ്ടെങ്കിലും മാം ഇങ്ങനെ ചോദിക്കുന്നു പറഞ്ഞ് നമ്മളെടുത്ത് അത് ചോദിക്കാൻ ആ ഒരു കോൺഫിഡന്റ് മാം തരുന്നുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അത് ഇപ്പോ ഇംഗ്ലീഷ് ആയാലും സംസാരിക്കാൻ ഒട്ടും അറിയില്ലെങ്കിലും എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വോയിസ് ഓൺ ആക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഹായ് മാം. മാമിന്റെ ഒരു സ്മൈലിംഗ് ഫേസ് കാണുമ്പോൾ തന്നെ നമ്മള് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് എപ്പോഴും ഒരു വ്യക്തിയുടെ ഒരു ഫേസിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ ഒരു ഇത് മനസ്സിലാവും, നമ്മളോട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ മാമിന്റെ ഒരു സ്മൈലിംഗ് ഫേസ് എന്ന് പറയുന്നത് തന്നെ കുട്ടികളിൽ പഠിക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതില് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ വരെ ഈ ഫാമിലി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മാം അന്ന് പറഞ്ഞു പോയതിൽ പിന്നെ ഞാനത് ഓർത്തിരുന്നു, പിന്നെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് മറന്നു. ഇന്നിപ്പോ രാവിലെയാണ് ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു ഇത് നടത്തിയത്. എന്നാലും എനിക്ക് മാമിന്റെ മുമ്പിൽ അത് നോക്കി വെച്ചത് എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് മാമിന്റെ ഒരു നല്ലൊരു പഠന രീതി തന്നെയായിരിക്കാം എനിക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചത്. നല്ലൊരു രീതിയിൽ കൂടിയാണ് മാം ക്ലാസ് എടുക്കുന്നത്. അതെല്ലാവരുടെയും ഇപ്പൊ സംസാരിച്ചവരിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും ഇനിയും തുറന്ന് സംസാരിക്കാനായിട്ട് മാമിന്റെ ക്ലാസ്സിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒപ്പീനിയൻ ഉണ്ടോ? ഇല്ല, ഞാൻ ഫ്രണ്ട്ലി ആണോ ചോദിക്കട്ടെ? ഫ്രണ്ട്ലി ആണോ? യെസ് മാം. ഞാൻ ചോദിക്കാൻ വേറൊന്നുമല്ല കേട്ടോ. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ആരും എന്തെങ്കിലും പറയാതെ ഒരു ടോപ്പിക് തന്നാൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങൾ ഓക്കെ ഞാൻ നല്ലതാണ്, ടീച്ചർ നല്ലതാണ്, ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഫ്രണ്ട്ലി ആയ ടീച്ചറിന്റെ മുന്നിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേർഡ്സ് കിട്ടുന്നില്ല അല്ലെ? വേർഡ്സ് കിട്ടണ്ട, കുഴപ്പമില്ല, പക്ഷെ പറയണ്ടേ? ഞാൻ പറയുന്നത് ഇപ്പോ ചിലപ്പോ പറയുമ്പോ വീട് ചിലപ്പോ കിട്ടാത്ത ബുദ്ധിമുട്ട് വരുന്നു. ഒന്നും മൈൻഡ് ചെയ്യണ്ട, പറയാൻ ശ്രമിക്കുക, എങ്ങനെയെങ്കിലും ആലോചിച്ച് പറയാൻ ശ്രമിക്കുക. ആദ്യം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. അത് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ അൺമ്യൂട്ട് ചെയ്യുക എന്നുള്ളതില്ലേ. ഭയങ്കര ടെൻഷൻ പിടിച്ച് പറയാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് കിട്ടിയാൽ പിന്നെ ഓക്കെ, രക്ഷപ്പെട്ടു അല്ലെ? അത് ആദ്യം ഒന്ന് കടന്നു കിട്ടണം. ഞാൻ പറയുന്നത് നിങ്ങളോട് ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും തന്നെ. പൊട്ടത്തെറ്റ് പറഞ്ഞാൽ മതി, ഞാനതൊക്കെ പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. അതാ നിങ്ങൾ ആരും പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിനൊന്നും ആഗ്രഹമൊന്നുമില്ല. അത് നടക്കും ഇപ്പോഴല്ല, പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. ആ ഒരു പേര് മാറിക്കണം. അത് മാക്സിമം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ മാറ്റാൻ ശ്രമിക്കാം. അത് ഈ ക്ലാസ്സിൽ തന്നെ മാക്സിമം മാറ്റിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് വിട്ട് പോകാൻ. ഓക്കെ, എല്ലാവരോടും കൂടി പറയുന്നതാണ്. നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത് വിട്ട് പുറത്തുകൊണ്ട് എന്തായാലും വരും. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ജസ്റ്റ് എന്തെങ്കിലും ഹലോ മാം, അത് മതി. ആ ഹലോ മാമിൽ തുടങ്ങി പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഒന്ന് ശ്രമിക്കാം. എന്തെങ്കിലും മിസ് എനിക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ല മിസ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട പണി അതാണ്. ഓക്കെ, പുറത്തോട്ട് വരാം. എല്ലാ ക്ലാസ്സിലും വന്നത് എന്നെ കൊണ്ട് ഇതന്നെ പറയിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, എത്ര ക്ലാസ് കഴിഞ്ഞാലും ഞാൻ എന്റെ ക്യാരക്ടർ തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും സംസാരിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാതിരിക്കും. അതായത് ഇപ്പൊ പറഞ്ഞു ഓക്കെ ഏകദേശം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ തന്നെ പോയത് അങ്ങോട്ട് പോയത്. ഓക്കെ, ഇതേപോലെ തന്നെ ആയിരിക്കണം ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്റെ അടുത്ത് മുന്നിൽ വരാൻ. ഓക്കെ ആണോ?
ഓക്കെ മാം. ഓക്കെ ma'am. ഓക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വീണ്ടും പഴയതുപോലെ പോയാൽ ഞാൻ പിന്നെ വിടില്ല. ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ എന്നെക്കാളും കൂടുതൽ നിങ്ങൾ സംസാരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ക്ലാസ് എടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാം, അത് ആ രീതി പൊക്കോളും. പക്ഷെ ഇന്ററാക്ഷൻ മസ്റ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും. എന്തെങ്കിലും ആവട്ടെ എന്നോട് സംസാരിക്കാം. ഓക്കെ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവാ. നിങ്ങൾ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോവാ. ഓക്കെ, അപ്പൊ ഈ പേടി എല്ലാം മാറും. നമുക്ക് വേണ്ടത് പേടി മാറി നിങ്ങൾ സംസാരിക്കണം. അതാണ് ആവശ്യം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. മൈൻഡ് ചെയ്യാം. ശരി മാം. Thank you. Yeah, thank you. See you on the next class. Okay, bye. ബൈ. Okay, ma'am. Thank you. ബൈ മാം.